ഹലോ, ഇന്ന് പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ് രീതി ഒന്ന് പഠിച്ചാലോ? നിങ്ങൾ പ്രിൻസസ് കട്ട് ചെയ്യുമ്പോഴത്തേനും പെർഫെക്റ്റ് ആകുന്നില്ലേ? ഇത് കട്ട് ചെയ്യുമ്പോഴത്തേനും പെർഫെക്റ്റ് ആയിട്ടും ഫിറ്റിങ്ങും കിട്ടാതെ പലർക്കും ശരിയാകാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ചെറിയൊരു തെറ്റുകൊണ്ടൊക്കെ ആയിരിക്കും. ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ടിങ്ങും ഫിറ്റിങ്ങും വളരെ എളുപ്പമാക്കാൻ സാധിക്കും. ഈ വീഡിയോ മുഴുവനായി കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിവിടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പീസിൽ ഞാനൊരു 2 ഇഞ്ച് വണ്ണം മാത്രം കൂട്ടിയെടുത്തു. ഇനി നമുക്ക് ഷോൾഡറിൽ നിന്ന് ബസ്റ്റ് പോയിൻ്റ് താഴേക്ക് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 10 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബസ്റ്റ് ടു ബസ്റ്റ് 4 ഇഞ്ച് മടക്കിയിട്ട പീസിൻ്റെ സൈഡിൽ നിന്നും ബസ്റ്റ് പോയിൻറ്റിലേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ബസ്റ്റ് ടു ബസ്റ്റ് 8 ഇഞ്ചിൻ്റെ നേർപകുതി 4 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി റിഗാളിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ബസ്റ്റ് പോയിൻ്റ് വരെ കേർവ് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി താഴ്ഭാഗത്തു നിന്ന് മേലേക്ക് ഡാട്ടിന് വേണ്ടി 1.5 ഇഞ്ച് സൈഡിലേക്ക് മാർക്ക് ചെയ്തതും കൂടെ കൂട്ടി റിഗാളിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്ന് നമ്മൾ ബസ്റ്റ് പോയിൻറ്റിലേക്ക് മാർക്ക് ചെയ്ത് അവിടേക്ക് ആ മാർക്ക് ചെയ്ത പോയിൻറ്റുകളിലൂടെ നേരെ താഴേക്ക് ഒരു കേർവ് രീതിയിൽ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ പോയിൻ്റ് ചെയ്ത മാർക്കിലൂടെ ഷേപ്പിൽ വരച്ചെടുത്തതിന് ശേഷം ഈ പീസ് കട്ട് ചെയ്തെടുത്ത് മാറ്റാം. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം റിഗാളിൻ്റെ അവിടുന്ന് ഒരു 1/4 ഇഞ്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പിന് വേണ്ടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. താഴെ നിന്നും മുകളിലേക്കും മുകളിൽ നിന്ന് താഴേക്കും കട്ട് ചെയ്യുമ്പോഴത്തേനും ഒരു ചെറിയ കർവ് കിട്ടാൻ ശ്രദ്ധിക്കണം, എങ്കിലേ ഫിറ്റിങ് ശരിയാവുള്ളൂ. സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും വലിച്ചു പിടിച്ച് തയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഉപകാരപ്രദമായ വേറൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.